നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രങ്ങളിലെ പണം സർക്കാർ എടുക്കുന്നില്ല. ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനായി സർക്കാരാണ് പണം ചെലവഴിക്കുന്നതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി. മംഗലത്ത് ബഡ്സ് സ്കൂളിന് തറക്കല്ലിട്ടു. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മെഗാ ഒപ്പന അരങ്ങേറി. തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് ജനുവരി 6-ന് കൊടിയേറും. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ സ്വയം പ്രതിരോധ പരിശീലനം വേണമെന്ന് KMF. വിശദമായ വാർത്തകൾ. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 5, 6, 7 തീയതികളിലാണ് നേർച്ച കൊണ്ടാടുന്നത്. ഞായറാഴ്ച വൈകിട്ടോടെ നേർച്ചയ്ക്ക് കൊടിയേറും. നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ ദിലീപ് K. കൈനിക്കരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഇത്തവണ വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് 40ഓളം പെട്ടിവരവുകളുണ്ടാവും. തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 10 ഗജവീരന്മാരുടെ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര വിരാമമിട്ട് നേർച്ചയ്ക്ക് കൊടിയേറും. ചെറിയ കൊടിയേറ്റം ഞായറാഴ്ച നടന്നു. നേർച്ചയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ കർശന പരിശോധന ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം 646 പോലീസുകാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ലാബ് ടെസ്റ്റ് ഉണ്ടാവും. ഗ്രൗണ്ട് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ CCTV ക്യാമറ സ്ഥാപിക്കും. DJ സെറ്റുകൾക്ക് അനുമതി നിഷേധിച്ചതായി CI MJ ജിജോ പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. ക്ഷേത്രങ്ങളിലെ പണം സർക്കാർ എടുക്കുന്നില്ല. ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനായി സർക്കാരാണ് പണം ചെലവഴിക്കുന്നതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 1500-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ 1000-ൽ പരം ക്ഷേത്രങ്ങളും വരുമാനം കുറഞ്ഞ് ശോചനീയാവസ്ഥയിലാണ്. സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വേമണ്ണ നരസിംഹ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നവീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത, ഒരു 75% കുറഞ്ഞ വരുമാനമുള്ള, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്ന അമ്പലങ്ങളാണ്. എത്ര? ഒരു 75%. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1500-ഓളം അമ്പലങ്ങളുള്ളതിൽ 1000-ഓളം അമ്പലങ്ങളും ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്നതാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ക്ഷേത്രങ്ങളാണ്. അവിടെയെല്ലാം നിലനിൽക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിനുൾപ്പെടെ സർക്കാർ സഹായം നൽകിയിട്ടാണ്. ഇവിടെ മാനേജ്മെന്റ് ഫണ്ട്, ജീവനക്കാരുടെ ശമ്പളത്തിനുള്ള ഫണ്ട് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ സഹായം കൊണ്ടാണ് 1000-ഓളം ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് എന്നർത്ഥം. നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണ, ഈ ക്ഷേത്രങ്ങളുടെ മേലുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ പണമൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ളതാണ് എന്നാണ്. അല്ലേ? അങ്ങനൊരു വർത്താനല്ലേ നാട്ടിൽ? ക്ഷേത്രത്തിലെ വരുമാനം മുഴുവൻ സർക്കാർ കൊണ്ടുപോകുന്നു, സർക്കാർ ഖജനാവിലേക്ക് പോകുന്നു എന്ന ഒരു നല്ല നുണ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നന്നായി പ്രചാരത്തിലുണ്ട്. ഈ നുണയാണല്ലോ നല്ലോണം പ്രചാരത്തിൽ ഇങ്ങനെ ഓടുക, വേഗത്തിലൂടുക.
സത്യം എണീറ്റ് കുളിച്ചു കുപ്പായിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നോണ ഒരു 4 റൗണ്ട് ഓടി വന്നിട്ടുണ്ടാവും. എന്നാൽ ഒരു ക്ഷേത്രത്തിലെയും 1 രൂപയും സർക്കാർ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പൊതുഖജനാവിൽ നിന്നും കൃത്യമായും ചെറിയ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സർക്കാർ പണം നൽകിക്കൊണ്ടിരിക്കുക, എല്ലാ കൊല്ലവും മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സർക്കാർ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, സാമ്പത്തികമായി നല്ല പ്രയാസത്തിലാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോഴും ക്ഷേത്രങ്ങൾക്ക് നൽകാനുള്ള സഹായത്തിന്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കുന്നില്ല. അതെല്ലാം കൃത്യമായി തന്നെ നൽകി വരുന്നുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെയൊക്കെ നല്ല ശ്രദ്ധയും സഹായവും ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചെറിയ ക്ഷേത്രങ്ങൾ നിലനിന്നു പോകുന്നത്. അപ്പൊ ഞങ്ങൾ എടുത്തൊരു സമീപനം, ഈ ചെറിയ ക്ഷേത്രങ്ങളിൽ കുറച്ചെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ട് അവിടുത്തെ നില മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രത്യേക പ്രവർത്തനം ആസൂത്രണം ചെയ്തു. ഓരോ കൊല്ലവും കുറച്ച് അമ്പലങ്ങളെങ്കിലും മികച്ച നിലയിലേക്ക്, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തി അതിൽ വലിയ വിജയം കണ്ടു. കുറെ അമ്പലങ്ങളിൽ ഇപ്പോ ശമ്പളം കൊടുക്കാൻ ബോർഡിന്റെ സർക്കാരിന്റെ സഹായം വേണ്ട, ഞങ്ങൾ സ്വന്തം നിലയിൽ സ്വയം പര്യാപ്തത നേടി എന്ന് പറയാവുന്ന നിലയിലെത്തി. അങ്ങനെയുള്ള ഒരിടപെടൽ നടത്തി ഓരോ ക്ഷേത്രങ്ങളെയും മികച്ച നിലയിലേക്ക് കൊണ്ടുവരിക എന്ന നല്ല ശ്രമം നടത്തി വരുന്നു. അതിന് ഫലവും കണ്ടു. ഇവിടെ നല്ല നിലയിലുള്ള ഒരു ഇടപെടൽ വേണ്ട ഒരു ക്ഷേത്രമാണ്. വരുമാനം സാമാന്യേന കുറഞ്ഞ പ്രദേശമാണ്. ഭക്തരൊക്കെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കാം, സമീപവാസികളായിട്ടുള്ള ആളുകൾ കുറവാണ്. പല സ്ഥലത്തുനിന്നും വരുന്നവരാവും ചിലപ്പോൾ. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തോന്നിയൊരു കാര്യം, നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ അപൂർവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം മികച്ച നിലയിൽ പരിപാലിച്ച് നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടേക്ക് ആളുകൾ വരുന്ന ഒരു നില സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അതിനെല്ലാവരും കൂടി ശ്രമിക്കണം. നിങ്ങളൊക്കെ ഇപ്പോ കാണിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സജീവത നന്നായി കാണിക്കണം. എല്ലാവരുടെയും പിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കണം. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നല്ല നിലയിലുള്ള ഇടപെടലും സഹായവും ഇവിടേക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ചേന്നര പെരുന്തുരുത്തിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി സൗജന്യമായി നൽകിയ ഭൂമിയിൽ ബഡ്സ് സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ അടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നസീബ അസീസ്, മുഖ്യാതിഥി CP കുഞ്ഞുട്ടി, KP വഹീദ, K പാത്തുമ്മക്കുട്ടി, മംഗലം വൈസ് പ്രസിഡന്റ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി, റാഫി മാസ്റ്റർ, റംല ടീച്ചർ, R മുഹമ്മദ് ബഷീർ, ബാലൻ, നിഷ രാജീവ്, ഷബീബ് മാസ്റ്റർ, ഇസ്മായിൽ, സൈനുൽ ആബിദ്, ഷബ്ന ജംഷീർ, സുബൈദ സഹിർ, നൂർജഹാൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു എന്നിവർ സംബന്ധിച്ചു. മംഗലം പഞ്ചായത്ത് സെക്രട്ടറി ബീരാൻകുട്ടി അരീക്കാട്ടിൽ നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ് മംഗലം. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മെഗാ ഒപ്പന അരങ്ങേറി. താനൂർ ജംഗ്ഷനിലെ ഇമ്പിച്ചിവാവ E ഗോവിന്ദൻ നഗറിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് പേർ ഒപ്പനയ്ക്ക് ചുവടുവെച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മെഗാ ഒപ്പന കാണികളിൽ ആവേശമുണർത്തി. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഒപ്പന നടത്തിയത്. താനൂർ ജംഗ്ഷനിലെ EK ഇമ്പിച്ചിബാവ E ഗോവിന്ദൻ നഗറിൽ നടന്ന ഒപ്പനയിൽ 100 കണക്കിന് യുവതികളാണ് ചുവടുവെച്ചത്. വെട്ടം ന്യൂസ് താനൂർ. തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ജനുവരി 6 തുടങ്ങും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ പുതുമയുള്ള പരിപാടികളാണ് ഇത്തവണ ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. പ്രഥമ മൃത്യുഞ്ജയ പുരസ്കാര വിതരണത്തോടക്കമുള്ള ഒട്ടേറെ പ്രത്യേകതകളും ഇത്തവണ ഉത്സവത്തിനുണ്ട്. ജനുവരി 6 വൈകിട്ട് 7 മണിക്ക് ഉത്സവത്തിന് കൊടിയേറും. പ്രത്യേക താന്ത്രിക ചടങ്ങുകൾ നടത്തി ക്ഷേത്രം തന്ത്രിയാണ് കൊടിയേറ്റുന്നത്. വൈകിട്ട്
ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ വേദിയിൽ മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം അവതരിപ്പിക്കുന്ന കൂടിയാട്ടം നടക്കും. ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന താന്ത്രിക ചടങ്ങുകളിലൊന്നായ ഉത്സവബലി ശനിയാഴ്ചയാണ് നടക്കുന്നത്. രാവിലെ 7:30 ഉത്സവബലി. 8:30 ഭഗവാനെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തും. ഈ സമയം കാണിക്ക സമർപ്പിച്ച് തൊഴുന്നത് ഏറെ പ്രധാനമാണ്. അന്ന് വൈകിട്ട് നവീകരണ കമ്മിറ്റിയുടെ ചുറ്റുവിളക്കുണ്ടാകും. 12 ഞായറാഴ്ചയാണ് പള്ളിവേട്ട. രാത്രി 7:30 പള്ളിവേട്ടയ്ക്ക് പുറപ്പെടും. പള്ളിവേട്ട കഴിഞ്ഞ് പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി വലം വെച്ച് വാതിൽ മഠത്തിൽ പള്ളിക്കുറുപ്പ് നടക്കും. 13 ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആറാട്ട് നടക്കുന്നത്. കാലത്ത് 9 മണിക്കാണ് ആറാട്ടിന് പുറപ്പെടുന്നത്. ക്ഷേത്രച്ചിറയിൽ പ്രത്യേക കടവിലാണ് ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കഴിഞ്ഞ് പാണ്ഡിമേളത്തോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളും. ക്ഷേത്രത്തിൽ 11 പ്രദക്ഷിണം നടത്തിയ ശേഷം കൊടിയിറക്കി 25 കലശാഭിഷേകം നടത്തുന്നതോടെ ഉത്സവാഘോഷം സമാപിക്കും. പത്രസമ്മേളനത്തിൽ തൃപ്രങ്ങോട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ കനമൽ സുരേഷ് ബാബു, രാജേന്ദ്രകുമാർ പാണാട്ട്, കെ പി ഗണേശൻ, വി ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ തടയാൻ പെൺകുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നൽകണമെന്ന് കേരള മഹിളാ ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം CMP സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല ഉദ്ഘാടനം ചെയ്തു. CP ബേബി അധ്യക്ഷത വഹിച്ചു. അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് സമ്മേളനം അംഗീകാര പ്രമേയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചെമ്മാട് ചെറുകാട് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം CMP സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്നതിൽ പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. CP ബേബി അധ്യക്ഷത വഹിച്ചു. O ശാന്തകുമാരി പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി MP ജയശ്രീ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള മഹിളാ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഫൗസിയ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിൻഷിത അലിയാർ മൂന്നിയൂർ, പഞ്ചായത്ത് അംഗം രമണി ഗംഗാധരൻ, വി ബിജിത, VK ബിന്ദു, CMP നേതാക്കളായ CP കാർത്തികേയൻ, വാസു കാരയിൽ, MB രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് K ഗീത, വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിൻഷിത അലിയാർ, വൈസ് പ്രസിഡന്റുമാരായ രമണി ഗംഗാധരൻ, VK ബിന്ദു, KK ബേബി, സെക്രട്ടറിയായി MP ജയശ്രീ, ജോയിന്റ് സെക്രട്ടറിമാരായി റെഹാനത്ത് അലി, ജിഷ വിശ്വനാഥ്, ട്രഷററായി VB ജിത എന്നിവരടങ്ങിയ 31 അംഗ ജില്ലാ കമ്മിറ്റിയെയും 15 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. ഇതോടെ ഈ വാർത്ത പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.